all, welcome to once. ഇപ്പോൾ സർവേ ആൻഡ് ജിയോമാറ്റിക്സ് എന്ന സബ്ജക്റ്റിന്റെ മാസ് ഹോൾ ഡയഗ്രാം എന്നൊരു ടോപ്പിക് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മാസ് ഹോൾ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മുടെ അക്യൂമുലേറ്റഡ് വോളിയവും നമ്മുടെ സ്റ്റേഷൻസും തമ്മിലുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ മാസ് ഹോൾ ഡയഗ്രാം എന്ന് പറയുന്നത്. കൂടുതൽ എംബാക്ക്മെന്റ് കൺസ്ട്രക്ഷൻസ് അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എർത്ത് വർക്ക്സ് ഇൻവോൾവ് ആയിട്ടുള്ള കേസസിലാണ് മാസ് ഹോൾ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എർത്ത് വർക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഒരു കട്ടിങ്ങോ അല്ലെങ്കിൽ ഫില്ലിംഗ് എല്ലാം കാണും. അപ്പൊ നമുക്കൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കട്ടിംഗ് ആണെങ്കിൽ അത് എർത്ത് വർക്ക് എന്തോരം നമ്മളുടെ സർഫസിൽ നിന്നും മുകളിലാണ്, അല്ലെങ്കിൽ ഫില്ലിംഗ് ആണെങ്കിൽ ഇപ്പൊ എന്തോരം ഡൗൺവേർഡ് ആണ് നമ്മുടെ എർത്ത് വർക്ക് വരുന്നത്, എന്തോരം ഫില്ല് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ എന്തോരം നമ്മൾ കട്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. So mass hole diagram is a graphical representation of the number of earthworks involved in a construction. It shows the accumulated volume at any point along the center line. അപ്പോൾ സെൻട്രൽ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ നമുക്ക് കിട്ടുന്നത് അവിടുത്തെ accumulated volume ആണ്. So it is a diagrammatic representation of earthwork volume. അപ്പോൾ earthwork വോളിയത്തിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ഹൊറിസോണ്ടലിൽ പൊസിഷൻ ചെയ്യുന്നത് എന്താണ്, എക്സ് ആക്സിസിൽ വരുന്നത് സ്റ്റേഷൻസ് ആണ്. സ്റ്റേഷൻസ് ആർ പ്ലോട്ടഡ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് നെറ്റ് എർത്ത് വർക്ക് വാല്യൂസ് അതായത് അതിന്റെ വോളിയം ആണ് വൈ ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോ ഇനി കട്ട് വാല്യൂസ് ആണെങ്കിൽ എക്സ് ആക്സിസിൽ കട്ട് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ, സോ നെറ്റ് കട്ട് വാല്യൂസ് ആർ പ്ലോട്ടഡ് എബവ്, എക്സ് ആക്സിസിന് മുകളിലായിട്ട് പ്ലോട്ട് ചെയ്യുന്നതിന് കട്ട് വാല്യൂസ് ആണ്, അതിന് നമ്മൾ പോസിറ്റീവ് സൈൻ ആണ് കൊടുക്കുന്നത്. ഇനി എക്സ് ആക്സിസിന് താഴേക്ക് വരുന്നത് ഫിൽ വാല്യൂസ് ആണ്, അത് നെഗറ്റീവ് ആയിരിക്കും. സോ അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു മാസ് ഹോൾ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഈ താഴേക്ക് വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഫിൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഫിൽ. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. ഇതാണ് കട്ട് എന്ന് പറയുന്നത്, അപ്പൊ അത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഇനി എങ്ങനെയാണ് നമ്മൾ മാസ് ഹോൾ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കൊരു റോഡ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്നിരിക്കുന്ന സർഫസിന്റെ അതിൽ കൂടെ നമുക്ക് വേണ്ട ഒരു ഗ്രേഡിയന്റ് നമ്മൾ ഡ്രോ ചെയ്യുന്നു. അതായത് ഇതാണ് നമ്മൾക്ക് വേണ്ട, നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ പ്രൊഫൈല്. ദിസ് ഇസ് ദ പ്രൊഫൈൽ വിച്ച് ഇസ് ഗിവൺ. നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മൾ ഓർഡിനേറ്റ്സ് ചൂസ് ചെയ്തിട്ട് ഓരോ ഓർഡിനേറ്റ്സ് എടുത്ത്, ഇപ്പോൾ നമ്മളുടെ ഈ ക്രോസ് സെക്ഷണൽ വോളിയംസ് എല്ലാം, ക്രോസ് സെക്ഷണൽ ഏരിയാസ് ഉണ്ട്, അതിന്റെ വോളിയംസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ അക്യൂമുലേറ്റഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് വോളിയം കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് എപ്പോഴും സ്റ്റാർട്ടിങ് ചെയ്യുന്ന സ്റ്റേഷനിൽ 0, നമ്മൾ ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേഷൻ എപ്പോഴും വാല്യൂ 0 ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേഷന്റെ വോളിയം വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ഡിസ്റ്റൻസ് 20ലേക്ക് വന്നപ്പോൾ നമുക്ക് കട്ട് വാല്യൂ ആണ് 16. അപ്പൊ നമ്മളുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 0 + 16, നമുക്ക് 16 ആണ് കിട്ടിയത്. നെക്സ്റ്റ് കട്ട് വാല്യൂസ് 30. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ വോളിയം കിട്ടാനായിട്ട് ആഡ് ചെയ്യുക. 30 + 60 യു ഗോട്ട് 46. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ 30യുടെ ഒപ്പം ഫിൽ വാല്യൂ ആണ് വരുന്നത്. ഫിൽ വാല്യൂ 19. അപ്പൊ ഫിൽ വാല്യൂ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ നെഗറ്റീവ് വാല്യൂ. അപ്പൊ നമ്മൾ 46ൽ നിന്നും 19 മൈനസ് ചെയ്തു. അപ്പോഴും നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് വന്നത്. അപ്പോൾ എന്താണ്, അത് എക്സ് ആക്സിസിന് മുകളിലായിരിക്കും ആ വാല്യൂ വരുന്നത്. ആൻഡ് ഇനി നമുക്ക് വന്നിരിക്കുന്ന ഫിൽ വാല്യൂ എത്രയാണ്, 24 ആണ്. അപ്പോൾ 27 - 24 നമുക്ക് പോസിറ്റീവ് 3 കിട്ടി. ആൻഡ് നെക്സ്റ്റ് ഫിൽ വാല്യൂ ഇസ് 30. അപ്പൊ 3 - 30 അപ്പോൾ നമുക്ക് എന്താണ് വന്നത്, നെഗറ്റീവ് വാല്യൂ. അതായത് ഇതുവരെ നമുക്ക് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടായിരുന്നു വന്നത്. ഈ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ അല്ലെങ്കിൽ 100 മീറ്റർ എത്തിയപ്പോൾ എന്ത് പറ്റി, ഇത് താഴേക്ക് പോയി, കാരണം നെഗറ്റീവ് വാല്യൂ വന്നു. ആൻഡ് സിമിലർലി -27 - 28 അങ്ങനെ ഇതിനെ സം ചെയ്ത് പോയി. So you can add the values. So -55 + 27 വന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് ഫൈനലി ടോട്ടൽ വോളിയം കിട്ടി. ഇനി ഈ കിട്ടിയ വോളിയംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു പ്ലോട്ട് ഹിയർ. ഈ കിട്ടിയ വോളിയംസ് ഇവിടെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ദ വൈ ആക്സിസിലാണ് വോളിയം വരുന്നത്. എക്സ് ആക്സിസിൽ ഇവിടെ ഡിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്, ഡിസ്റ്റൻസ് ഇൻ മീറ്റർ. സോ ദിസ് ഇസ് ദ ബേസ് ലൈൻ. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഓരോന്നും നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചു.
സോ അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് തന്നെ കട്ട് വാല്യൂസും ഫിൽ വാല്യൂസും കണ്ടുപിടിച്ചു. അതനുസരിച്ച് ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചു. ഈ ടോട്ടൽ വോളിയമും ഡിസ്റ്റൻസും കൂടി വെച്ച് നമ്മൾ മാസ് ഡയഗ്രം പ്ലോട്ട് ചെയ്തു. സോ മാസ് ഡയഗ്രം ഇസ് എ കർവ് പ്ലോട്ടഡ് ഓൺ എ ഡിസ്റ്റൻസ് ബേസ് വിത്ത് ഓർഡിനേറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ കർവ് representing the algebraic sum of volume of earthwork. അപ്പോ അതിൽ എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് algebraic sum of earthworkന്റെ വോളിയത്തിന്റെ algebraic sum ആണ് വരുന്നത്. അപ്പൊ സൈൻ കൺവെൻഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത് കട്ടിന് പോസിറ്റീവ് വാല്യൂസും ഫില്ലിന് നെഗറ്റീവ് വാല്യൂസും. കട്ട് ഈസ് പ്ലസ് ആൻഡ് ഫിൽ ഈസ് മൈനസ്. Thus the positive total volumes are plotted above the base. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂസ് നമ്മൾ ബേസിന് മുകളിലായിട്ടും നെഗറ്റീവ് വാല്യൂസ് ബേസിന് താഴെയായിട്ടായിരിക്കും വരുന്നത്. ദ എൻഡ് ഓഫ് ദ ഓർഡിനേറ്റ്സ് ആർ ദെൻ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്തതിനു ശേഷം ഈ പോയിന്റ്സിനെ എല്ലാം ഒരു സ്മൂത്ത് കർവ് വെച്ച് വരയ്ക്കുന്നു. ആ കർവാണ് മാസ് ഹോൾ കർവ് എന്ന് പറയുന്നത്. ദ റിസൾട്ടിംഗ് മാസ് കർവ് therefore consists of positive and negative peak. അപ്പൊ അതിന് പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ക്രസ്റ്റ് ആണുള്ളത്. Since the slope of the mass curve for earth can be positive and negative, it can be used for. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ എർത്ത് വർക്ക് വാല്യൂസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം? അത് ഡിഫറെന്റ് കൺസ്ട്രക്ഷൻ പർപ്പസിനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മാസ് ഹോൾ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാസ് ഹോൾ ഡയഗ്രത്തിൽ വരുന്ന കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് വരുന്ന ടേം ആണ് ഹോൾ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഹോൾ. ഹോൾ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ ഒരു ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹോൾ എന്ന് പറയുന്നത്. ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ എക്സ്കവേറ്റഡ് മെറ്റീരിയൽ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ടു ഇറ്റ്സ് ഫൈനൽ ലൊക്കേഷൻ ഇൻ ദ വർക്ക്. അതായത് ശരിക്കുമുള്ള പൊസിഷനിൽ നിന്നും അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള അതിന്റെ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ അതിന്റെ ഡിസ്പോസൽ ഏരിയയിലേക്കുള്ള അതിന്റെ ആ ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഓതറൈസ്ഡ് ഹോൾ എന്നും പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓതറൈസ്ഡ് ഹോൾ. ഇനി ഫ്രീ ഹോൾ എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ഡിസ്റ്റൻസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി മൂവ് ടു എ ഫിക്സ്ഡ് പ്രൈസ്. ഒരു ഫിക്സഡ് പ്രൈസിൽ നമുക്ക് എത്രത്തോളം ദൂരം അതിനെ നമുക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ് ഫ്രീ ഹോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു റേറ്റ് ഓഫ് ക്വാണ്ടിറ്റി എല്ലാം ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും, ആദ്യം തന്നെ അവർ ഫിക്സ് ചെയ്യും ഒരു 100 മീറ്ററിന് നമ്മൾ ഓക്കെ ഇത്ര എമൗണ്ടിലാണ് നമ്മൾ ഹോള് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള എല്ലാ എക്സ്ട്രാ മീറ്റേഴ്സിനും ഇപ്പോ 100 മീറ്റർ വരെ നമുക്കൊരു ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഹോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? എക്സ്ട്രാ ആയിട്ട് എമൗണ്ട് വരും, എക്സ്ട്രാ പ്രൈസ് വരും. So maximum distance in which where there is a fixed price for excavating, hauling and dumping regardless of the distance moved. അപ്പോ മാക്സിമം എത്രത്തോളം ദൂരം അല്ലെങ്കിൽ എത്രത്തോളം ദൂരത്തിലാണ് നമുക്കിത് ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോൾ ചെയ്യുന്നത് അറ്റ് എ ഫിക്സഡ് പ്രൈസിനെയാണ് നമ്മൾ ഫ്രീ ഹോൾ എന്ന് പറയുന്നത്. ഇനി ഓവർഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രീ ഹോൾ ഡിസ്റ്റൻസിന് ശേഷം എത്രത്തോളം മൂവ് ചെയ്തു. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ മെറ്റീരിയൽസ് ഫോർ എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ ഫ്രീ ഹോൾ. അപ്പൊ ഫ്രീ ഹോളിൽ കൂടുതലായിട്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതാണ് ഓവർഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഓവർഹോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നമ്പർ ഓഫ് ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് ഓവർഹോൾ മെറ്റീരിയൽ മൾട്ടിപ്ലൈ ബൈ ഓവർഹോൾ ഡിസ്റ്റൻസ്. അപ്പോ ഓവർഹോൾ ആയിട്ടുള്ള വോളിയത്തിനെ നമ്മളുടെ ആ ഓവർഹോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഓവർഹോൾ ഡിസ്റ്റൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഓവർഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഓവർഹോൾ വോളിയത്തിനെ ഓവർഹോൾ ഡിസ്റ്റൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഓവർഹോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ഹോൾ ഡിസ്റ്റൻസിന് ശേഷം എന്തോരം നമ്മൾ മൂവ് ചെയ്തു എന്നുള്ളതാണ്. അത് എത്ര വോളിയം മൂവ് ചെയ്തു അതാണ് ഓവർഹോൾ വോളിയം എന്ന് പറയുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഓവർഹോൾ കിട്ടും. സ്റ്റേഷൻ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർഹോളിന്റെ ഒരു യൂണിറ്റ് ആണ്. അത് മെഷർ ചെയ്യുന്നത് വെച്ചാൽ 1 മീറ്റർ ക്യൂബ് പെർ മീറ്റർ, 100 മീറ്റർ. അപ്പൊ ഒരു 100 മീറ്ററിൽ 1 മീറ്റർ ക്യൂബ് വോളിയം ഓഫ് എർത്ത് വർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റേഷൻ മീറ്റർ യൂണിറ്റ് ചെയ്യുന്നത്. ബോറോ എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് മെറ്റീരിയൽ ബ്രോട്ട് ഇൻ ടു സെക്ഷൻ ഡ്യൂ ടു ഡെഫിഷ്യൻസി. അപ്പൊ ഡെഫിഷ്യൻസി കാരണം നമ്മൾ മെറ്റീരിയൽസിനെ കൊണ്ടുവരുന്നതിനെയാണ് ബോറോ എന്ന് പറയുന്നത്. വേസ്റ്റ് എന്ന് പറയുന്നത് എക്സസ് ആയിട്ട് മെറ്റീരിയൽ വരുന്നതാണ്. The volume of material taken from a section due to excess ആയതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നത്. വേസ്റ്റ് വളരെ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യേണ്ടി വന്നതാണ് ബോറോ എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ്കവേറ്റഡ് മെറ്റീരിയൽ ഹൊറിസോണ്ടലി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ലീഡ് എന്ന് പറയുന്നത്. ലിഫ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മളുടെ എക്സ്കവേറ്റഡ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്തു. സോ അപ്പൊ നമ്മളൊരു മാസ് കർവ് നോക്കുകയാണെങ്കിൽ ഈ യുവർ മാസ് കർവ് ലുക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെയാണെങ്കിൽ ഇത് എക്സസ് ആണ്.
എക്സസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇത് വേസ്റ്റ് ആണ്. ദിസ് റെപ്രസെന്റ് ദ വേസ്റ്റ്. ഇത് പറയുന്നത് വേസ്റ്റ് ആണ്. കാരണം നമുക്ക് കട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഫില്ലായി ഫൈനലി എക്സ്ട്രാ മെറ്റീരിയൽ, എക്സ്ട്രാ എർത്ത് വർക്ക് ഇവിടെ കിടക്കുവാണ്. അതുകൊണ്ടാണ് ഇത് വേസ്റ്റ് വരുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വരെയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ വരെ അത് ഫില്ലായി. ഇനി എക്സ്ട്രാ ഈ ഒരു പോർഷനും കൂടി നമുക്ക് ഫിൽ ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മൾ ഇവിടെ നിന്ന് ബോറോ ചെയ്യും. വി വിൽ ബോറോ ഇറ്റ് ഫ്രം ഹിയർ. ഇനി ആവറേജ് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ഹോൾ എന്ന് പറയുന്നുണ്ട്. ആവറേജ് ഹോൾ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ പീക്ക് ആൻഡ് ദി സെന്റർ ഓഫ് ദ ക്രസ്റ്റ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് രണ്ട് പീക്കുകൾ തമ്മിലുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റിനെയാണ് നമ്മൾ ആവറേജ് ഓവർഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് ഹോൾ ഡയഗ്രത്തിൽ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് മാസ് ഹോൾ ഡയഗ്രം, എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൽ വരുന്ന കുറച്ച് ബേസിക് ടേംസ് എല്ലാമാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. താങ്ക് യു.